ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പൂരി മസാല ഉണ്ടാക്കിയാലോ? വായോ. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ആട്ടപ്പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ഇനി ഈ പൊടിയിലേക്ക് ഞാൻ കുറച്ച് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. റവ ഇങ്ങനെ ചേർത്താൽ പൂരി ഒരുപാട് എണ്ണ കുടിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ പൂരിക്ക് നല്ലൊരു നിറം കിട്ടുകയും രുചി കൂടുകയും ചെയ്യും. ഇനി ഈ പൊടിയെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് മിക്സാക്കി കൊടുത്തിട്ട് വരാമേ. ചൂടുവെള്ളത്തിലാണ് ഞാൻ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് വെള്ളം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മാവിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ മാവിലേക്ക് ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട്, നമുക്ക് ചൂടായ കൊണ്ട് കൈ കൊണ്ട് ഇപ്പം പറ്റത്തില്ല, സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ മാവ് കുഴച്ചെടുക്കാം. ഈ മാവ് നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് അല്പം നെയ്യ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ, അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി മാവ് ഇവിടെ അരമണിക്കൂർ റെസ്റ്റ് ആയിരിക്കട്ടെ. നമുക്കിനി മസാല ഉണ്ടാക്കിയിട്ട് വരാം. മാവെല്ലാം തന്നെ ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പൂരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാവാനായിട്ട് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഈ പൂരി പരത്തിയെടുക്കുന്നത് ചപ്പാത്തി പ്രഷറിൽ വെച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചപ്പാത്തി പ്രഷർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണ്. 2 ഭാഗത്തും കുറേശ്ശെ എണ്ണ തടവി കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം എണ്ണ തടവി കഴിഞ്ഞാൽ ഒരു 3-4 പ്രാവശ്യം നമുക്ക് പ്രസ് ചെയ്ത് പൂരി എടുക്കാൻ പറ്റും. വളരെ കുറച്ച് മാത്രം എണ്ണ തടവി കൊടുത്താൽ മതിയാകും. ഇനി ഓരോരോ ഉരുളകളായിട്ട് ഈ ചപ്പാത്തി പ്രഷറിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് പ്രഷർ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഷേപ്പിൽ തന്നെയാണ് നമുക്ക് ആ പൂരി കിട്ടുന്നത്. ഇതുപോലെ ഇതിനി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനൊരു കഷ്ണം നേരത്തെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുണ്ടാക്കി വെച്ച പൂരി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊങ്ങി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ പുറത്തൂടെ, ഈ പൂരിയുടെ പുറത്തൂടെ കുറേശ്ശെ എണ്ണ തൂവി കൊടുക്കണം. ഇങ്ങനെ തവി കൊണ്ട് ഇങ്ങനെ തെറ്റി അതിൻ്റെ പുറത്തൂടെ വീഴ്ത്തി കൊടുക്കണം. നന്നായിട്ടത് പൊങ്ങി വരും. നോക്കിയേ, നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പൂരിയും ഉണ്ടാക്കി പൊരിച്ചെടുക്കാം. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല പഫി ആയിട്ടുള്ള പൂരി തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി ബാക്കി എല്ലാ പൂരിയും പൊരിച്ചെടുക്കാം.
പൂരി എല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ പൂരി നല്ല സോഫ്റ്റും നല്ല ഫ്ലഫിയും നല്ല ടേസ്റ്റുമുള്ളതാണ്. ഈ ഫ്ലഫിനെസ് കുറേ നേരം തന്നെ നിൽക്കും. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അടിപൊളി പൂരി മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കയറി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.